1000 കൊല്ലം ദൈവത്തിൻ്റെ താത്വിക പഠനങ്ങൾ നടത്തി. ദൈവം ആരാണ്, തന്നാൽ താനായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു, സർവ്വവ്യാപിയായിരിക്കുന്നു, നമുക്കങ്ങനെ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഈ കുറേ 1000 കൊല്ലത്തോളം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കടകേറിയതാണ്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവൻ്റെ ചിന്ത, നീ ചിന്തിക്കുന്നത് കൊണ്ടല്ല ദൈവം ഉള്ളത്, ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ചിന്തിക്കണത്. അപ്പോൾ അതിൻ്റെ അത് നിൻ്റെ ചിന്തയ്ക്ക് ദൈവമായിട്ട് വലിയ വിഷയമൊന്നുമില്ല. നീ ചിന്തിക്കണത് എന്താണ്? യേശുക്രിസ്തുവിനെ തന്നെ സ്പെയർ ചെയ്യാൻ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം. എൻ്റെ അപ്പ യേശുക്രിസ്തുവിനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അപ്പയുടെ സ്നേഹത്തിൻ്റെ മഴവിൽ നിറങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പ മനസ്സിലാകും. നീ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂടിയിരിക്കണമല്ല, അപ്പായായിട്ട് ഇതിനെ കണ്ടിട്ട് അപ്പായ്ക്ക് വേണ്ടി ആണ് യേശുക്രിസ്തുവിനെ പോലും സ്നേഹിക്കുന്നത്, അപ്പായുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അങ്ങ് സ്നേഹത്തിൻ്റെ ആഴങ്ങള് അളക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ അനുവദിക്കണമേ. നീ നടത്തിയ രക്ഷാപദ്ധതികള് അതിൽ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഒരുമിച്ച് പാടണം, സ്നേഹത്തോടെ പാടണം. രുചിച്ചു നോക്കിയ സുവിശേഷം ഇങ്ങനെ ഒരു തള്ളി വരുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ഓരോ കഥകൾ, ഓരോ സംഭവങ്ങൾ, ഓരോ വചനങ്ങൾ, ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കണത് എന്താണ്? എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ? അത് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയണത്, ഈ ഉപമകളെല്ലാം പറയണത് അതിനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ ഒരു ഗന്ധം മണക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ രക്തത്തിന്റെ ഗന്ധം അറിയുവാൻ എന്റെ അന്തരംഗങ്ങളെ നീ അഭിഷേകം ചെയ്യണം. നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ, നിന്നെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അറിയാവോ? നിങ്ങൾക്ക് ഇത് നോൺ പ്രാക്ടിക്കലാണെന്ന്. അങ്ങനെയില്ല, ഇതിനേക്കാൾ പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ല. കാര്യം നമ്മൾ 24 അവേഴ്സും നമ്മുടെ പരീക്ഷ, നമ്മുടെ റിസൾട്ട്, അതെന്താകൂ, അതിനനുസരിച്ച് അഡ്മിഷൻ കിട്ടുമോ, ഇനി അത് എൻ്റെ സീറ്റ്, എൻ്റെ റാങ്കിൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കില്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. ഇപ്പം നമ്മുടെ മക്കളും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും, കഴിവുള്ള എല്ലാവരും, പിന്നെ കഴിവിനേക്കാൾ ഉപരി ദൈവസ്നേഹങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഉടമ്പടി ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഒരു കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.